വഞ്ചി ഇപ്പോൾ ഒരു കരക്ക് അടുത്തിരിക്കുന്നു. അത് വീണ്ടും തള്ളി നടുക്കടലിലേക്ക് വിടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഈ ട്രംപിന്റെ കടുംപിടുത്തങ്ങളിൽ അയവ് ഉണ്ടായെങ്കിൽ ഇന്ത്യ EU കരാർ ഒരു കാരണമല്ലേ? $500 ബില്യൺ അമേരിക്കൻ ഊർജ കയറ്റുമതിയാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അഗ്രോ ഇറക്കുമതിയുടെ കാര്യത്തിൽ കൃത്യമായ ഈ വെളിപ്പെടുത്തലുകൾ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായില്ല എങ്കിൽ. നമസ്കാരം. ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്ത്യ-US വ്യാപാര കരാറിന് ധാരണയായിരിക്കുന്നുവെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവ 18% കുറച്ചിരിക്കുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രതികരണം ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പ്രസിഡന്റ് ട്രംപിന്റെ ഇടപെടലുകളാവുമ്പോൾ പല ചോദ്യങ്ങളും സംശയങ്ങളും ഉയരുന്നുണ്ട് സമൂഹത്തിൽ. തീരുവ കുറയ്ക്കാനും വ്യാപാര കരാർ യാഥാർത്ഥ്യമായെങ്കിൽ അതിന് പെട്ടെന്നുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? കടുംപിടുത്തക്കാരനായ ട്രംപ് കരാർ പ്രാബല്യത്തിലാവാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ അത് എന്തൊക്കെയാണ്? ഇന്ത്യ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്, പരിശോധിക്കാം. എനിക്കൊപ്പം ഈ സമയം വിദേശകാര്യ വിദഗ്ധൻ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ചേരുകയാണ്. സർ നമസ്കാരം. നമസ്കാരം. 25% തീരുവയ്ക്ക് പുറമെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് US ചുമത്തിയ 25% അധിക തീരുവ ചേർത്ത് 50% തീരുവയാണ് ഇന്ത്യക്ക് മേൽ US ചുമത്തിയിരുന്നത്. ഇത് 18% കുറയുമെന്ന് US പറയുമ്പോൾ എണ്ണ വാങ്ങുന്നതിന് ഏർപ്പെടുത്തിയ 25% പൂർണ്ണമായും ഒഴിവാകുകയാണോ? എണ്ണ വാങ്ങുന്നതിൽ നിന്ന് റഷ്യ ഒഴിവാക്കിയെന്നും വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങാമെന്നും അങ്ങനെയായിരിക്കും ഇനി ഇന്ത്യ ചെയ്യുക എന്നൊക്കെ മോദി ഉറപ്പ് നൽകിയെന്നുമൊക്കെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രംപിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മാത്രമാണ് നമുക്കിതൊക്കെ അറിയുന്നത്. പക്ഷേ തീരുവ കുറച്ച നടപടിയോട് നന്ദി അറിയിച്ചതല്ലാതെ മോദി ഒരു വ്യക്തത ഇതുവരെ വരുത്തിയിട്ടുമില്ല. ഇളവുകൾ എങ്ങനെ, എന്ത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത എന്നത്തേക്ക് പ്രതീക്ഷിക്കാം നമുക്ക്? നിലവിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമാണ് പബ്ലിക് ഡൊമൈനിലുള്ളത്. അത് ഇന്ത്യ നിരാകരിക്കാത്തടത്തോളം കാലം അങ്ങനെ തന്നെയാണ് എന്ന് ധരിച്ചുകൊണ്ട് മാത്രമേ ഈ ചർച്ച മുന്നോട്ട് പോകൂ. യഥാർത്ഥത്തിൽ നോക്കൂ, അമേരിക്ക ഇന്ത്യക്ക് വലിയ പരിഗണനയാണ് നൽകുന്നത് എന്നായിരുന്നു ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ. അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ എക്കാലത്തെയും ഉച്ചസ്ഥായിലെത്തും എന്ന ഇന്ത്യയുടെ പ്രതീക്ഷയുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് ടാരിഫ്, അതിനു പുറമെ പിഴ ടാരിഫ് എന്നിവ ചുമത്തുന്നത്. അപ്പോൾ നിലവിൽ 50% ടാരിഫാണ്, 25% സ്റ്റാൻഡേർഡ് ടാരിഫും അതിനു പുറമെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കായി പിഴ തീരുവ 25%, അങ്ങനെ 50%. ആ 50% എന്നതിൽ പിഴ തീരുവ പൂർണ്ണമായി ഒഴിവാക്കുന്നു. അതിന് ട്രംപ് പറഞ്ഞ കാരണം ഇന്ത്യയുമായി ചില ധാരണകളിൽ അമേരിക്ക എത്തിയിട്ടുണ്ട്. ഇന്ത്യ അമേരിക്കയ്ക്ക് ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ റഷ്യയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ വാങ്ങില്ല, 0% എന്നാണ് പറയുന്നത്. ട്രംപാണ് പറയുന്നത് റഷ്യ ഇന്ത്യ എണ്ണ കച്ചവടം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നുവെന്ന്. ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വരും എന്നല്ല, ഇന്ത്യ അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അത് കാര്യമായ എന്നൊരു പ്രസ്താവന ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. നിലവിൽ ഇന്ത്യ ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യം റഷ്യയാണ്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിന് നല്ലൊരു പങ്കും. പരമ്പരാഗതമായി അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അമേരിക്ക ഉപരോധം കൊണ്ടുവന്നപ്പോൾ, അല്ലെങ്കിൽ അമേരിക്ക വലിയ രീതിയിൽ വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇന്ത്യ റഷ്യ എണ്ണ ഇടപാട് എക്കാലത്തെയും ഉയർതലത്തിലായി എന്നത് വാസ്തവമാണ്. അത് ഒറ്റയടിക്ക് 0% കൊണ്ടുവരാൻ ആവുമോ? അത് ട്രംപ് അതിന് സ്ഥിരീകരണം നൽകുന്നില്ല. പക്ഷേ ഇന്ത്യയും അതേക്കുറിച്ച് മൗനമാണ് പാലിക്കുന്നത് ഇതുവരെ. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഈ 18% കുറച്ചു എന്ന് പറയുന്നത് നിലവിലുള്ള 25% നോർമൽ ടാരിഫ് 18% ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് വളരെ വലിയ അഡ്വാൻറ്റേജ് ഉള്ളതായി കാണാം. ഇന്ത്യയുടെ വസ്ത്രമേഖലയിലെ കോമ്പറ്റീറ്റേഴ്സാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്തോനേഷ്യയും ഫിലിപ്പീൻസും ഒക്കെ. അവിടെയൊക്കെ ഇതിനേക്കാൾ കൂടുതൽ ടാരിഫാണ്. അവിടെ നിന്നും അമേരിക്കയിലേക്ക് കാര്യങ്ങൾ കയറ്റി അയക്കുന്നതിന് ബംഗ്ലാദേശിന് 20%, ചിലയിടത്ത് 19%, ഇന്തോനേഷ്യക്ക് 19%. അങ്ങനെ നോക്കുമ്പോൾ 19, 20, 25% മിക്ക രാജ്യങ്ങൾക്കും. ചൈനയ്ക്ക് 36%. അതുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ കയറ്റുമതിക്ക്, അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വില ഏറെ കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരുപാട് മേഖലകളിൽ വലിയ അഡ്വാൻറ്റേജാണ്. ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ ഡൗൺ ഫ്രോം 50% to 18% ഈസ് എ ഗെയിൻ ഫോർ ഇന്ത്യ. പക്ഷേ മറുപുറത്ത് ചില സഹകരണങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇത് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന
ട്രേഡ് ഫിഗേഴ്സ് ക്വാണ്ടം ദർ ഇസ് എ ക്വാണ്ടം ജമ്പ്. ട്രംപ് പറയുന്നത് മുഖവിലക്കെടുക്കാമെങ്കിൽ $500 ബില്യൺ അമേരിക്കൻ ഊർജ്ജ കയറ്റുമതിയാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. അതൊരു വർഷം കൊണ്ട് വരുന്നതാണോ ഏറെക്കാലത്തെ കാര്യമാണോ എന്ന് വിശദീകരിക്കുന്നില്ല. 500 ഇസ് എ ഹ്യൂജ് എമൗണ്ട്. ഇത് സാധ്യമാകുമോ? ഇതേക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധന വേണം. നിലവിലുള്ളത് $46 ബില്യൺ കയറ്റുമതിയാണ്. അത് ഒറ്റയടിക്ക് 500 ബില്യൺ ആകുമോ? ഏതാണ്ട് 2030 ആകെ ഇന്ത്യ അമേരിക്ക വ്യാപാരം 500 ബില്യണിൽ എത്തി നിൽക്കണം എന്നായിരുന്നു ഫെബ്രുവരി 2025 മോദിയുടെ സന്ദർശന വേളയിൽ ട്രംപ് മോദിയും ചേർന്ന് എടുത്ത പൊതുവെ ഒരു പ്രഖ്യാപനം. പക്ഷേ അതിനേക്കാൾ വലിയ ഫിഗേഴ്സാണ് ഇപ്പോൾ ട്രംപ് ഏകപക്ഷീയമായി പറയുന്നത്. അത്രയധികം അമേരിക്കൻ ഇറക്കുമതി താങ്ങാനുള്ള ശേഷി ഇന്ത്യക്ക് ഉണ്ടാകുമോ? അതിനർത്ഥം എന്താണ്? റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പകരം ഏതാണ്ട് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിന് സിംഹഭാഗവും അമേരിക്കയിൽ നിന്ന് വരും. അല്ല എങ്കിൽ അമേരിക്ക ഇപ്പോൾ കൈവശപ്പെടുത്തിയ വെനിസ്വേലയിൽ നിന്നോ ഇനി കൈവശപ്പെടുത്താൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ഭരണകൂടം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഇറാനിൽ നിന്നോ വരും എന്നായിരിക്കാം ഒരുപക്ഷെ വിവക്ഷ. ഇപ്പോൾ അമേരിക്ക പറയുന്ന അമേരിക്കയുടെ കാര്യം മാത്രമാണ്, വെനിസ്വേലയെക്കുറിച്ച് പറയാനാവില്ലല്ലോ. അതുകൊണ്ട് അമേരിക്കയിൽ നിന്നും ഇന്ധനം, അതായത് ക്രൂഡ് ഓയിൽ, ഷെയിൽ ഓയിൽ, അതുപോലെ കൽക്കരി മുതലായ കാര്യങ്ങൾ ഇത്രയധികം ക്വാണ്ടിറ്റി ഇന്ത്യക്ക് താങ്ങാനാവുമോ? ഡൈവേഴ്സിഫൈഡ് പർച്ചേസ് എന്ന ഇന്ത്യയുടെ പോളിസി എങ്ങനെ നടപ്പാകും? ആശങ്കയാണ്. അത് മാത്രമല്ല 0% ടാരിഫാണ്. ഇന്ത്യ ഒരു നികുതിയും ചുമത്തില്ല എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല, അമേരിക്കൻ പ്രസിഡന്റാണ് പറയുന്നത്. അമേരിക്ക ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് നികുതി ഉണ്ടാവില്ല എന്നൊക്കെ കയറ്റി പറയുമ്പോൾ ഇതൊക്കെ ട്രംപിൻ്റെ ഒരു തമാശ എന്നാണ് പലരും എടുക്കുന്നത്. സാധ്യമാകുന്ന കാര്യമാണോ എന്ന് വലിയ സംശയമുണ്ട്. ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് അപ്പുറത്ത് മറ്റു പല കാരണങ്ങളും ഉണ്ടായിരുന്നല്ലോ ട്രംപിൻ്റെ കടുംപിടുത്തത്തിന് പിന്നിൽ. അമേരിക്കയുടെ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നു കൊടുക്കാൻ ഇന്ത്യ തയ്യാറാവാത്തത് എന്നും അമേരിക്കയ്ക്ക് വലിയൊരു വിഷയമായിരുന്നു. പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ട്രംപ് അത്. അങ്ങനെ കേട്ടിട്ടുണ്ട്. നിലവിൽ US നിന്ന് കാർഷികോൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങുമെന്ന് മോദിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു എന്നൊക്കെയാണ് ട്രംപിൻ്റെ മറ്റൊരു അവകാശവാദം. അതത്ര എളുപ്പമുള്ളൊരു കാര്യമാണോ? ഇതൊക്കെ അവകാശവാദങ്ങളല്ലേ? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരുപാട് ലോബികളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അമേരിക്കൻ കോൺഗ്രസിൻ്റെ നയപരിപാടികൾ ഉണ്ടല്ലോ. അപ്പോൾ അത് കോൺഗ്രഷണൽ സപ്പോർട്ട് വേണം പല തീരുമാനങ്ങൾക്കും. അതുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങളെ സ്വാധീനിക്കാൻ ഒരുപാട് ലോബികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്ന് അഗ്രികൾച്ചറൽ ലോബിയാണ്, ഡയറി ലോബിയുണ്ട്, വിവിധ ഇൻഡസ്ട്രികൾ, കാർ ഇൻഡസ്ട്രി ഉൾപ്പെടെയുള്ള വിവിധ ഇൻഡസ്ട്രിയൽ ലോബിയുണ്ട്. അവരെല്ലാം അവരുടെ ഉൽപ്പന്നങ്ങൾ വിദേശത്ത് വിറ്റഴിക്കാൻ അമേരിക്കൻ എക്സ്പോർട്സിന് വേണ്ടി പരമാവധി പൊളിറ്റിക്കലി രാജ്യങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് കമ്പൽ ചെയ്യണം, സമ്മർദ്ദപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നവരാണ്. പക്ഷേ ആ താല്പര്യമുണ്ട് എങ്കിൽ പോലും ഇത് ഒരു തീരുമാനം മറ്റൊരു രാജ്യത്തെ അടിച്ചേൽപ്പിക്കാനാവില്ലല്ലോ. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഏതാണ്ട് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുകയും അത് നിങ്ങൾക്ക് ഞങ്ങൾ വിലയിട്ടിരിക്കുന്ന ഇത്ര ശതമാനമാണ്. ഒരുതരം ലിബറേഷൻ ഡേ സ്പീച്ച് നടത്തുകയാണ്. ഓരോ രാജ്യത്തിനും ട്രംപ് കൊണ്ട് വിലയിട്ടു, നിങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് ഞങ്ങൾ ഇത്ര ശതമാനം. അപ്പം അദ്ദേഹത്തിൻ്റെ ആവനാഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ത്രമെന്ന് പറയുന്നത് ടാരിഫാണ്. ഓരോ ശ്വാസത്തിലും ടാരിഫ് എന്തു പറഞ്ഞ് പിണങ്ങുമ്പോഴും ടാരിഫ് അടിച്ചങ്ങോട്ട് തരും എന്ന് പറയുന്ന ട്രംപിനെ പരമാവധി ഉപയോഗിക്കാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കുന്നു. അതേപോലെ അമേരിക്കൻ ഇൻഡസ്ട്രിയൽ ലോബി ശ്രമിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ലോബിയാണ് അഗ്രോ ലോബി. അവരുടെ ആവശ്യം എന്താണ്? ഗോതമ്പ്, ചോളം, ബാർലി, ഒരുപാട് കൃഷി വിഭവങ്ങളുണ്ട്. ഇതിന് ആഗോള വിപണി ലഭിക്കണം. നോക്കൂ, ലോകത്തെ ഉപഭോക്താക്കളുടെ 1/6 ഇന്ത്യയിലാണ്. കാരണം ലോക ജനസംഖ്യയുടെ 1/6 ഇന്ത്യയിലാണ്. മധ്യവർഗം, ദ ലാർജസ്റ്റ് മിഡിൽ ക്ലാസ് അണ്ടർ ദ സൺ, അത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 33-35 കോടി വരുന്ന മധ്യവർഗം. ഈ മധ്യവർഗ മാർക്കറ്റിൽ എല്ലാ പ്രോഡക്ട്സും, അമേരിക്കയിൽ ഉത്ഭവിക്കുന്ന എല്ലാ പ്രോഡക്ട്സിനും വിപണന സാധ്യതയുണ്ട് എന്നാണ് അവിടുത്തെ നിഗമനം. പക്ഷേ ഇന്ത്യയുടെ പ്രൊട്ടക്ഷനിസ്റ്റ് ടാരിഫ് കാരണം, അതായത് ഇറക്കുമതി ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ, ഇന്ത്യയിലേക്ക് അഗ്രോ പ്രോഡക്ട്സ് ഉൾപ്പെടെ ഇറക്കുമതി ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള കഠിനമായ ടാരിഫുകൾ അമേരിക്കയിൽ നിന്നും യാതൊരു രീതിയിൽ നേരിട്ടുള്ള വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യാനാവില്ല, പ്രത്യേകിച്ച് കാർഷിക വിഭവങ്ങൾ. ഇപ്പോൾ സാധ്യത എന്ന് പറയുന്നത് മൂല്യവർധന വരുത്തിയ കാര്യങ്ങളാണ്. ഈ മൂല്യവർധന വരുത്തുന്ന കൂട്ടത്തിൽ ജനിതക വ്യതിയാനം വരുത്തിയ വിത്തിനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമോ എന്നതൊരു സംശയമാണ്. അതൊരു പക്ഷേ ഇന്ത്യയിലെ കർഷകർക്ക് താങ്ങാവുന്നതിനേക്കാൾ വലിയ ഭാരമായിരിക്കാം. കാരണം ഇവിടുത്തെ കർഷകരുടെ നടുമുടിയുന്ന കാര്യങ്ങളാകാം. അതുകൊണ്ട് ആഗ്രോ ഇറക്കുമതിയുടെ കാര്യത്തിൽ കൃത്യമായ ഈ വെളിപ്പെടുത്തലുകൾ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായില്ല എങ്കിൽ കർഷകരോട് ചെയ്യുന്ന വളരെ വലിയ ദ്രോഹമായിരിക്കും അത്. ഏത് ഡീലിനേക്കാളും ഈ അഗ്രോ ഡീൽ
അത് ഒട്ടേറെ ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒന്നാണ്. ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അതത്ര എളുപ്പമുള്ളൊരു കാര്യമാണോ? ഇത് എളുപ്പമല്ല. കാരണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് അഗ്രികൾച്ചറൽ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറവാണ്. ഇപ്പോൾ സർവീസ് സെക്ടർ മുന്നോട്ട് നിൽക്കുന്നു. ലാഭക്ഷമതയിലും വളർച്ചാ കാര്യങ്ങളിലും ഇൻഡസ്ട്രിയും സർവീസ് സെക്ടർ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷേ ബേസിക്കലി ഇന്ത്യയുടെ മഹാഭൂരിപക്ഷം ജനങ്ങളും അവരുടെ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് കണ്ടെത്തുന്നത് അഗ്രികൾച്ചറിലൂടെയാണ്. അത് ക്ഷീര കർഷകരാകാം, അല്ല എങ്കിൽ മറ്റ് ഓരോ വിളകൾ, നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരാകാം. അവരുടെ താല്പര്യങ്ങളെ ബലി കഴിച്ചുകൊണ്ട് ഒരു ഡീലിലേക്ക് എത്താനാവില്ല. കാരണം ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ് അമേരിക്ക എന്ന് ഓർക്കണം. അതുകൊണ്ട് കയറ്റുമതി ഇന്ത്യയിൽ നിന്നും തത്തുല്യമായ കയറ്റുമതിയോ അതിനേക്കാൾ കൂടുതൽ അഗ്രികൾച്ചറൽ കയറ്റുമതി അമേരിക്കയിലേക്ക് ഉണ്ടാകുമെങ്കിൽ ഒരു പക്ഷേ അത് ബാലൻസ് ചെയ്യും. പക്ഷേ സെയിം പ്രോഡക്റ്റ്സ് അല്ല. ഇന്ത്യക്കുള്ള പ്രോഡക്ട്സും അമേരിക്കയ്ക്ക് ഉള്ള പ്രോഡക്ട്സും വ്യത്യസ്തമാണ്. അവിടെയാണ് ഒരു പ്രതീക്ഷ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാത്ത ചില പ്രത്യേക ഇനം ആപ്പിളുകൾ, അല്ലെങ്കിൽ ചില പ്രത്യേക ഇനം വൈൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഇറക്കുമതി തീരുവ കാര്യമായി ചുമത്തേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഒരിക്കലും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇന്ത്യൻ കർഷകർക്ക് ദോഷമാകുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ അതേ ഉൽപ്പന്നം അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന അതേ ഉൽപ്പന്നം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നു എങ്കിൽ ആ കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അതുകൊണ്ട് ഓരോ ഐറ്റം ബൈ ഐറ്റം വർക്കൗട്ട് ചെയ്യേണ്ട അവസ്ഥയിലാണിപ്പോൾ. ശരി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന് ധാരണയായി ദിവസങ്ങൾക്ക് ശേഷം കേന്ദ്ര ബഡ്ജറ്റും അവതരിപ്പിച്ചു. അതിനും തൊട്ടു പിന്നാലെയാണ്, ബഡ്ജറ്റിന് പിറ്റേന്ന് തന്നെ വേണം പറയാൻ, അപ്പോഴാണ് ഇന്ത്യ US വ്യാപാര കരാറിന് ധാരണയായി എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനമൊക്കെ വരുന്നത്. ഫാദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് പീയൂഷ് ഗോയൽ ഈ കരാറിനെ പറഞ്ഞത്. ഈ ട്രംപിൻ്റെ കടുംപിടുത്തങ്ങളിൽ അയവ് ഉണ്ടായെങ്കിൽ ഇന്ത്യ EU കരാർ ഒരു കാരണമല്ലേ? ഈ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് ഇന്ത്യ EU വ്യാപാര കരാറിനെ ഇരു രാജ്യങ്ങളും ഇരു ശക്തികളും വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഫാദറുമായി മദറുമായി അമേരിക്കയിലേക്കുള്ള കരാർ വരുമ്പോൾ ഇവിടെ ഫാദർ ഓഫ് ഓൾ ഡീൽസ്, ഇതൊക്കെ ചില സംജ്ഞകളാണ്, ചില പ്രയോഗങ്ങളാണ്. അതിൽ കൂടുതൽ അതിനർത്ഥം കണ്ടെത്തേണ്ടതുണ്ടോ? ക്വാണ്ടം അനുസരിച്ചാണ് അല്ലെങ്കിൽ ബെനിഫിറ്റ് അനുസരിച്ചാണ് ഇത് കണ്ടെത്തുന്നതെങ്കിൽ ഓക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു കാറ്റലിസ്റ്റായി, ഒന്ന് മറ്റൊന്നിന് കാറ്റലിസ്റ്റായി, അതായത് ഇന്ത്യ യൂറോപ്പ് സമഗ്ര വ്യാപാര കരാർ അതേക്കുറിച്ചുള്ള ധാരണയായി. അത് ജനുവരി 2026 ധാരണയാവുകയും ജനുവരി 2027 ഒരുപക്ഷെ കോംപ്രിഹെൻസീവ് ഡീൽ സൈൻ ചെയ്യുകയും ചെയ്തേക്കാം. ഇനി ഒരു വർഷത്തെ ഒരു ബ്രീതിങ് സ്പേസ് ഉണ്ട്. അതിന് മുൻപ് തന്നെ സമഗ്രമായ ഇന്ത്യ അമേരിക്ക ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം എന്നതാണ് അമേരിക്കയുടെ ആഗ്രഹം. ഇന്ത്യയുടെയും ആഗ്രഹം അത് തന്നെയാകാം. കാരണം ഇതൊരു ബാർഗെയിനിങ് പോയിൻ്റാണ്. ഇപ്പോൾ നോക്കൂ, ഇന്ത്യ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മിക്ക കാര്യങ്ങൾക്കും അവിടെ ടാരിഫേ വേണ്ട എന്നാണ് പറയുന്നത്. 90% കാര്യങ്ങൾക്കും ദേ ആർ അട്രാക്റ്റിംഗ് നോ ടാരിഫ് അറ്റ് ഓൾ. അത് വലിയൊരു നേട്ടമാണ്. അമേരിക്കയിലേക്ക് ശരാശരി 18% ടാരിഫാണ്. അപ്പോൾ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി കുറച്ചുകൂടി ആദായകരമാകുമ്പോൾ അമേരിക്കയിലേക്ക് എത്രത്തോളം കയറ്റുമതി ഉണ്ടാകും എന്ന സംശയമെന്നല്ല, തീർച്ചയായും ഒരു ക്യാപ്റ്റീവ് വിപണി, ലോകത്തെ ഏറ്റവും മെച്വർ കോമ്പറ്റീറ്റീവ് വിപണി അമേരിക്കയിലേതാണ്. ഏറ്റവും പ്രൊഡക്റ്റീവ് വിപണിയും അമേരിക്കയിലേതാണ്. യൂറോപ്പ് 2ാം സ്ഥാനം, കളക്റ്റീവ്ലി 27 അംഗങ്ങളുള്ള യൂറോപ്യൻ സമൂഹം 2ാം സ്ഥാനത്താണ് വരുന്നത്. ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഭീമമായ ഒരു നമ്പറാണ്. നോക്കൂ, 200 കോടി ജനങ്ങളെ ടച്ച് ചെയ്യുന്നതാണ് ഇന്ത്യ യൂറോപ്പ് ഡീൽ. ഇപ്പോൾ ഇന്ത്യക്ക് ഒരു ക്യാപ്റ്റീവ് ഡൊമസ്റ്റിക് മാർക്കറ്റാണുള്ളത്. കാരണം എക്സ്പോർട്ട് കാര്യമായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് വൻതോതിൽ ഓയിൽ ഇമ്പോർട്ടുണ്ട്. ചില രാജ്യങ്ങളിലേക്ക്, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ് നമുക്ക് നല്ല രീതിയിൽ എക്സ്പോർട്ടുള്ളതും വിദേശ നാണ്യം നേടാൻ കഴിയുന്നതും. പക്ഷേ ആ സാഹചര്യം അങ്ങ് മാറും. നമ്മുടെ പ്രൊഡക്ഷൻ മോഡ് തന്നെ മാറും. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് പ്രൊഡക്ഷൻ റെജിമൻ ഇവിടെ വരാൻ പോവുകയാണ്, ഇങ്ങനെ സാധ്യമാവുകയാണെങ്കിൽ. അതുകൊണ്ട് ഇന്ത്യയെ സമഗ്രമായി, ഇന്ത്യയുടെ ജനജീവിതത്തെ സമഗ്രമായി ടച്ച് ചെയ്യാൻ കഴിയുന്ന 2 ഡീലുകളാണ്. ഒന്ന് മറ്റൊന്നിന് ആക്കം കൂട്ടി എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇന്ത്യ അമേരിക്ക സൗഹൃദ പാതയിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് ഈ അടുത്ത കാലത്ത് എടുത്ത പല തീരുമാനങ്ങളും. നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ നിലപാട് ഘടിപ്പിച്ചതും ഇരട്ട തീരുവ പ്രഖ്യാപനവും സൗഹൃദ പാതയിൽ ഏൽപ്പിച്ച വലിയ പരിക്കുകൾ, അതൊക്കെ ഈ സൗഹൃദ പാതയിൽ പരിക്കേൽപ്പിക്കാനുണ്ടായ ഘടകങ്ങളാണ്. അതൊക്കെ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ ധാരണയായെങ്കിൽ, ട്രംപ് പറയുന്നത് പോലെ ഇളവുകളോടെ എല്ലാ ധാരണയിലെത്തിയെങ്കിൽ, ഇനി അങ്ങോട്ട് ഏത് തരത്തിലാവും കാര്യങ്ങൾ മുന്നോട്ട് പോവുക? ഈ സൗഹൃദം, വിള്ളലുണ്ടായ ആ സൗഹൃദം ഒക്കെ മാറി സൗഹൃദം തളിർക്കുമോ? ഇനി ട്രംപ് ആയതുകൊണ്ടാണ് സംശയം.
ഇതൊരു കണ്ടീഷണൽ ഡീൽ എന്ന് പറയേണ്ടി വരും പ്രഥമദൃഷ്ട്യാ. കാരണം റഷ്യയുമായുള്ള വ്യാപാരം കുറയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒഴിവാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഡീലിൽ ഏർപ്പെടാൻ തയ്യാറാണ്. ഇതാണല്ലോ അമേരിക്കയുടെ വാദഗതി. എക്കാലത്തും ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്ന, ഇന്ത്യയെ ആപൽ ഘട്ടത്തിൽ കൈയയച്ച് സഹായിച്ച, സൈനികമായും സാമ്പത്തികമായും സഹായിച്ച ഒരു പാരമ്പര്യമാണ് റഷ്യക്കുള്ളത്. ഈ ചരിത്രത്തെ പൂർണ്ണമായി തമസ്കരിച്ചുകൊണ്ട് ഇപ്പോൾ വ്യാപാര സാധ്യത മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് റഷ്യയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും ഇറക്കുമതി ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എത്തിച്ചേരുന്ന വ്യാപാര കരാർ ഒരു തരം സൈൻഡ് അണ്ടർ ഡ്യൂറസ് എന്ന് പറയേണ്ടി വരും. കാരണം സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ഒപ്പിടേണ്ട ഒരു അവസ്ഥ. പക്ഷേ ആ അവസ്ഥ ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു നയമാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ, വിദേശ നയത്തിലെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാൻ ബാഹ്യ ശക്തികളുടെ പ്രേരണയ്ക്ക് വിധേയമാകാതെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ ദേശീയ താല്പര്യം സംരക്ഷിക്കുന്നതിന് അനുരൂപമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള തന്ത്രപരമായ പരമാധികാരമാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി. അപ്പോൾ ആ പരമാധികാരം എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ നിർബന്ധപൂർവ്വം കരാർ ഒപ്പിടിപ്പിക്കുമ്പോൾ എക്കാലത്തും ഇന്ത്യയെ ചേർത്ത് പിടിച്ച റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടെന്താവും? നാളെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് മറ്റെന്തെങ്കിലും പ്രകോപനങ്ങൾ ഉണ്ടായാൽ ഈ ഡീൽ ഒരുപക്ഷെ തുടരുമായിരിക്കാം. പക്ഷെ മറ്റെന്തെങ്കിലും ഞെരുക്കമുണ്ടായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയെ വിശ്വസിക്കുന്ന പല രാജ്യങ്ങളും ഒരുപക്ഷെ മുഖം തിരിഞ്ഞ്, ഇപ്പോൾ വിശ്വസിക്കുന്ന പല രാജ്യങ്ങളും മുഖം തിരിഞ്ഞ് നിന്നാൽ എങ്ങനെയാണ്? അതുകൊണ്ട് കണ്ണുമടച്ചൊരു ഡീലിലേക്ക് ആ രീതിയിൽ എത്തിപ്പുറപ്പെടാനാവില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ തന്ത്രപരമായ മൗനം ഇപ്പോൾ പാലിക്കുന്നത്. ഇത്രയും വഞ്ചി ഇപ്പോൾ ഒരു കരയ്ക്ക് അടുത്തിരിക്കുന്നു. അത് വീണ്ടും തള്ളി നടുക്കടലിലേക്ക് വിടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്ത്രപരമായി ഇന്ത്യ മൗനം പാലിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നത്. മദർ ഓഫ് ഓൾ ഡീൽസ് ഈ വർഷം അവസാനമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ, EU കരാർ. അതിനു മുമ്പ് ഈ പീയൂഷ് ഗോയൽ പറയുന്നത് പോലെ ഫാദർ ഓഫ് ഓൾ ഡീൽസ് പ്രാബല്യത്തിലാവുമോ ഈ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായി? അല്ല, ഇതിപ്പം യൂറോപ്യൻ യൂണിയനുമായി 2007 മുതൽ ദീർഘകാലമായി തുടരുന്ന ചർച്ചയാണ്. അത് 2013 നിന്നുപോയി. പിന്നെ അത് 2017 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അതൊന്നുകൂടെ പുനർജനിച്ചു. ഇപ്പോൾ അത് അമേരിക്കയുമായി ലേശം ബുദ്ധിമുട്ടുകൾ യൂറോപ്പിനുമുണ്ട്, ഇന്ത്യക്ക് മാത്രമല്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെയും തീരുവ ഭീഷണി ട്രംപ് ഉയർത്തി. അത് മാത്രമല്ല, പൊളിറ്റിക്കലി ഗ്രീൻലൻഡ് വിഷയത്തിൽ അമേരിക്ക എടുത്ത ഒരു തീരുമാനം ഡെൻമാർക്കിനെ മാത്രമല്ല യൂറോപ്പിലെ പ്രമുഖ ശക്തികളെ അലോസരപ്പെടുത്തി. ഇതിനെല്ലാം ഒരു മറുപടി എന്ന നിലയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്ക മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് യൂറോപ്പിലെ കർഷകർക്ക് അല്ലെങ്കിൽ യൂറോപ്പിലെ വ്യവസായ ലോബിക്ക് മുന്നോട്ട് പോകാനാവില്ല. യൂറോപ്പും കൂടുതൽ ഓപ്ഷൻസ് തേടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ട്രേഡ് നെഗോസിയേഷൻ വർദ്ധിത വീര്യത്തോടുകൂടി ഹൈസ്പീഡ് ട്രാക്കിലായി മാറുകയും പെട്ടെന്ന് തന്നെ കരാറിൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാവുകയും ചെയ്തത് അതുകൊണ്ടാണ്. ഇത് ഒരു വർഷത്തെ ഒരു വെയിറ്റിംഗ് പീരീഡാണ്, ജസ്റ്റേഷൻ പീരീഡാണ് അത് പറയുന്നത്. അതിന് മുൻപ് തന്നെ അമേരിക്കയുമായി ഇപ്പോൾ ഏതാണ്ട് എത്തിച്ചേരും. ഈ വർഷം 2025 അവസാനം എത്തിച്ചേരുമെന്ന് കരുതപ്പെട്ട ഡീൽ ഒരു പക്ഷേ ഏതാനും മാസം കൂടെ കഴിഞ്ഞ്, പക്ഷേ 2027 ജനുവരിയിൽ എത്തിച്ചേരാനുള്ള യൂറോപ്യൻ ഡീലിനേക്കാൾ മുൻപ് തന്നെ അമേരിക്കയുമായുള്ള ഡീൽ നടപ്പാകും എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊന്ന്, ഇന്ത്യ US വ്യാപാര കരാറിന് ധാരണയായോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല. ട്രംപിൻ്റെ വാക്കുകൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും അങ്ങനെ ഒന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ വിപണിയിൽ വലിയ തോതിൽ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിലും എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? തീർച്ചയായും മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഈ മൂഡ് എന്ന് പറയുന്നത്, ഇക്കണോമിക് മൂഡ് അല്ലെങ്കിൽ ഭാവി സാധ്യതകൾ അത് അളക്കാനുള്ള ഏറ്റവും നല്ല ബാരോമീറ്ററാണ് ബോംബെ സെൻസിറ്റീവ് ഇൻഡെക്സ്, BSE സെൻസെക്സ് ഓഹരി വിപണി. അത് NSEയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ ഓഹരി വിപണിയും ഒക്കെ മൂവ് ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ ഏതാനും മാസങ്ങളായി ഒരു ഡൗൺ ട്രെൻഡായിരുന്നു. അപ്വേർഡ് ഒരു റാലി ഉണ്ടാകുമ്പോൾ തന്നെ അത് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഒരു സന്നിഗ്ധ ഘട്ടം. അതായത് യൂറോപ്പുമായി നമ്മൾ ട്രേഡ് ഡീല് സൈൻ ചെയ്തു, കാര്യമായി വിപണി ചലിച്ചില്ല. ബജറ്റ് വന്നു, കാര്യമായ വിപണി ഒരു രീതിയിലും പ്രതികരിച്ചുവെങ്കിൽ തന്നെ സ്വല്പം താഴേക്കാണ് പോയത്. പക്ഷേ അമേരിക്ക കരാർ സാധ്യമാകും എന്ന ഏർലി സൂചന ട്രംപിൻ്റെ ഒരു പ്രസ്താവനയിലൂടെ ലഭിച്ചപ്പോൾ കുതിച്ചുയരുന്ന വിപണിയാണ് കണ്ടത്. കാരണം
പല ഓഹരികൾക്കും അപ്പർ സർക്യൂട്ട് ലിമിറ്റ് 20% അപ്പർ സർക്യൂട്ട് ലിമിറ്റ് ഭേദിച്ച് മുന്നോട്ട് പോയി, വ്യാപാരം നിർത്തിവെക്കേണ്ടി വന്നു. ആ രീതിയിലുള്ള വൻപൻ മുന്നേറ്റം. അത് മാസങ്ങൾക്ക് ശേഷമാണ് ഇത്രയധികം ഒരു സ്ട്രോങ് റാലി ഒരൊറ്റ ദിവസത്തിൽ സംഭവിക്കുന്നത്. അതിനർത്ഥം വിപണി ഇതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയുടെ എക്സ്പോർട്ട് സെഗ്മെൻറ്റ് അക്രോസ് ദ ഫ്രോണ്ടിയർ ഏറ്റവും കൂടുതൽ ഉയർന്നിട്ടുള്ളത് ഫേംസിൻ്റെ അല്ലെങ്കിൽ IT ഫേംസിൻ്റെ ഓഹരികളാണ്. ഇൻഫോസിസും അതുപോലുള്ള ഓഹരികളാണ് കൂടുതൽ അത് മുന്നോട്ട് പോയത്. പക്ഷേ മറ്റ് മേഖലകളിലും വലിയ ഉണർവാണ് കാണുന്നത്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഫേംസ് എല്ലാം തന്നെ വലിയ കിറ്റക്സിൻ്റെ ഓഹരി കുതിച്ചു പായുന്നത് കണ്ടു. കേരള ഫേംസാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുമാത്രമല്ല 2-3 സബ് പ്ലോട്ടും കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ഒന്ന്, ഡോളറിനെതിരെ ഇന്ത്യയുടെ വില ഇന്ത്യയുടെ റുപ്പിയുടെ മൂല്യം എക്കാലത്തെയും താഴത്തെ ലെവലിൽ വരികയാണ്. അത് കടന്നു പോവുകയാണ്. 80, 82, 83, 84, 87, 89 ഇങ്ങനെ പോവുകയാണ്. അത് ഒരു പക്ഷേ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം കൂടുകയും ഡോളറും റുപ്പിയും തമ്മിലുള്ള വിനിമയ മൂല്യത്തിൽ കുറച്ചുകൂടി ആരോഗ്യപരമായ ഒരു പക്ഷേ $1 is 80 rupees എന്ന രീതിയിലൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും ഇൻ ദ ഇൻ്റർമീഡിയറ്റ് ടേം. അല്ലെങ്കിൽ റുപ്പി സ്റ്റാൻഡ്സ് നോ ചാൻസ് അഗെയിൻസ്റ്റ് ദ ഡോളർ എന്ന് വരും. അപ്പോൾ ഡോളർ അധിഷ്ഠിത ലോകക്രമം തന്നെ മാറ്റിമറിക്കാൻ കഴിയുമോ എന്ന ആലോചനയിൽ കൂടിയായിരുന്നു ഇന്ത്യ. ചൈനയുമായും റഷ്യയുമായും ഒക്കെ ചേർന്ന് കൊണ്ട് ബ്രിക്സ് കറൻസി സാധിക്കുമോ ഡോളറിനെതിരെ, ആ രീതിയിൽ വരെ ആലോചന പോയതിനു ശേഷം ഇപ്പോൾ ഇതാ ഇന്ത്യ അമേരിക്ക ഡീല് സാധ്യമാകുന്നു. അതൊരു കാര്യം. 2, സ്വർണത്തിൻ്റെ വില പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് ഒരു പവൻ 1,30,000 രൂപയൊക്കെയായി ഉയരുകയാണ്. അതിൽ നിന്നും ഘട്ടം ഘട്ടമായിട്ടാണ് ഇപ്പോൾ ഇതാ ഈ ട്രേഡ് ഡീലും കൂടെ വരുമ്പോൾ ഇനി ലോഹത്തിനുള്ള ആവശ്യം കുറയും. അതെന്തുകൊണ്ടാണ്? ലോഹത്തിന് ആവശ്യമുള്ളതുകൊണ്ടല്ല, ഒരു കരുതൽ എന്ന നിലയിൽ കറൻസി സ്റ്റേബിൾ അല്ല, ഓഹരി വിപണിയിലെ നിക്ഷേപം നഷ്ടമുണ്ടാക്കും, ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ് എങ്കിൽ പിന്നെ ഏക ഉപാധി സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഈസ് ഗോൾഡ് ആൻഡ് സിൽവർ. ഈ ചിന്തയിൽ നിന്നും മനുഷ്യൻ പുറകോട്ട് പോകും. കുറച്ചുകൂടി ഓഹരി വിപണിയിലേക്ക്, സെക്കൻഡറി മാർക്കറ്റിലേക്കും പ്രൈമറി മാർക്കറ്റിലേക്കും കൂടുതൽ പണം എത്താനുള്ള സാധ്യതയുണ്ട്. അത് വ്യാപകമായ വ്യവസായ വളർച്ചയ്ക്ക്, ഇന്ത്യയിൽ വ്യവസായ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ശരി, ഏതായാലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പ്രാബല്യത്തിലായിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന അവകാശവാദങ്ങൾ അതൊക്കെ എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയൊക്കെയാണ്, എവിടെയാണ് ഇളവുകൾ ഉണ്ടായത് എന്ന കാര്യത്തിലൊക്കെ മോദി ഉറപ്പു നൽകിയെന്ന് ട്രംപ് അവകാശപ്പെടുന്ന ആ കാര്യങ്ങൾ, അതിലൊരു മറുപടി നൽകേണ്ടത് ഇനിയിപ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയമാണ്, വാണിജ്യ മന്ത്രാലയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പറയേണ്ടത്. അത് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയാണ്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.